പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ. മുംബൈ സിറ്റി അങ്ങനെ ഡ്യൂറൻ കപ്പിൽ നിന്നും പുറത്തായിരിക്കുന്നു. ഇന്ന് CISF എന്ന ടീമിനോട് ഏറ്റ പരാജയത്തോടു കൂടിയാണ് ഇപ്പോൾ മുംബൈ സിറ്റി ഡ്യൂറൻ കപ്പിൽ നിന്നും പുറത്തായിരിക്കുന്നത്. അവരുടെ ആദ്യ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനോട് 8-0 അവർ പരാജയപ്പെട്ടിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിനോട് 8-0 അവർ പരാജയപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ തൊട്ടടുത്ത മത്സരമായ CISFനെതിരെയുള്ള മത്സരത്തിലും അവർ 2-0 പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നു. ഇനി അവർക്ക് ക്വാർട്ടർ ഫൈനലിലേക്കുള്ള സാധ്യതകളൊന്നുമില്ല. എന്തായാലും അവർ ക്വാർട്ടർ ഫൈനൽ സാധ്യതകളൊക്കെ മങ്ങുകയാണ്. എന്തായാലും അവർക്ക് പൂർണ്ണമായും അവർ ഡ്യൂറൻ കപ്പിൽ നിന്നും പുറത്തായിരിക്കുന്നു. അവർക്കിനി ഒരേ ഒരു മത്സരം മാത്രമാണ് ബാക്കിയുള്ളത്. അത് പഞ്ചാബ് FCക്കെതിരെയാണ്. ആ മത്സരമെങ്കിലും അവർക്ക് ജയിക്കണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ മത്സരത്തിൽ ജയിക്കുകയോ സമനിലയോ നേടിക്കൊണ്ട് ഡ്യൂറൻ കപ്പ് അവസാനിപ്പിക്കാനായിരിക്കും ഇനി മുംബൈ ശ്രമിക്കുക. ഏതായാലും ഗ്രൂപ്പ് സിയിലായിരുന്നു മുംബൈ ഇടം പിടിച്ചിരുന്നത്. CISF, അതുപോലെ തന്നെ മുംബൈ സിറ്റി, അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ്, പഞ്ചാബ് FC എന്നീ ടീമുകളായിരുന്നു ഗ്രൂപ്പ് സിയിലുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ CISFും ഇപ്പോൾ ഏകദേശം ക്വാർട്ടർ ഫൈനലിലേക്ക് കയറില്ല എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അവർ ആദ്യ മത്സരം പരാജയപ്പെട്ടത് കൊണ്ട് തന്നെ എന്തായാലും ഇപ്പോൾ ക്വാർട്ടർ ഫൈനൽ സാധ്യതകൾ ഒരേപോലെ നിലനിർത്തുന്ന ഗ്രൂപ്പ് സിയിലെ ടീമുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ പഞ്ചാബ് FCയും. അവരിൽ ആർക്കായിരിക്കും ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറാൻ സാധിക്കുക എന്നത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ്. എന്തായാലും മുംബൈ സിറ്റി ഇപ്പോൾ ഡ്യൂറൻ കപ്പിൽ നിന്നും പുറത്തായിരിക്കുന്നു.